നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ശാസ്ത്ര അധ്യാപകനും ശാസ്ത്ര പ്രചാരകനുമായ ഡോക്ടർ വൈശാഖൻ തമ്പിയാണ്. നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായതിന് തൊട്ടു പിറകെയാണ് നമ്മളിരിക്കുന്നത്. ഈ സംഭവിച്ച വെള്ളപ്പൊക്കം നൂറ്റാണ്ടിലെ പ്രളയം, മഹാപ്രളയം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നമ്മളുടെ ഈ പ്രളയം അത് എത്രമാത്രം വലുതാണ്? താങ്കൾ എന്ത് വിചാരിക്കുന്നു? ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മലയാളികൾ വളരെ ഈ ഭൂഗോളത്തിൻ്റെ വളരെ സുഖകരമായിട്ടുള്ളൊരു കോണിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ രാത്രി പകലുകളുടെ കാര്യം എടുത്താലും മറ്റു പല സ്ഥലങ്ങളിലും പാതിരാത്രി സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ 12 മണിക്കൂർ ശരാശരി പകലും 12 മണിക്കൂർ ശരാശരി രാത്രിയും നമുക്കങ്ങനെ കാര്യമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വലിയ കൊടുങ്കാറ്റുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അഗ്നിപർവ്വതങ്ങളുടെ ശല്യം അങ്ങനെ ഒന്നുമില്ലാത്ത വളരെ സുരക്ഷിത ബോധത്തോടു കൂടി ജീവിച്ചിരുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും ഇത്രയും വലിയ തോതിൽ, അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ ഏതാണ്ട് 13നെയും പൂർണ്ണമായി ബാധിച്ചു എന്ന് പറയാവുന്ന ഒരു പ്രളയത്തിന് മുമ്പിൽ നമ്മൾ സ്തബ്ധരായി പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമുക്ക് മനുഷ്യജീവൻ്റെ കാര്യത്തിലായാലും നമ്മുടെ പ്രോപ്പർട്ടീസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വന്നിട്ടുള്ള വളരെ വലിയ തോതിലുള്ളൊരു നാശനഷ്ടങ്ങൾ ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പതറിപ്പോവും. അത് നമുക്ക് ആ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഈ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഒരുപോലെ. സ്വാഭാവികമായിട്ട് ചരിത്രത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തെ ഈ പ്രളയത്തിന് മുമ്പെന്നും ശേഷമെന്നും ഒരുപക്ഷെ രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. പലരും പല രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നത്. പൊതുവെ താങ്കളുടെ ദൃഷ്ടിയിൽ ഈ പ്രളയത്തെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഇത് ഇന്നതുകൊണ്ടുണ്ടായി, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് എന്ന മട്ടിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതൊരു ഇത്തിരി വളരെ സങ്കീർണമായ മാനങ്ങളുള്ള ഒരു ചോദ്യമാണ്. അന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എല്ലാവരും നമ്മുടെ നാട്ടിൽ എക്സ്പേർട്സ് ആണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. അതായത് ഓരോരുത്തരും അവരവരുടേതായ വീക്ഷണകോണിൽ നിന്ന് ദുരന്തത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നു. ഇതിനിടയിൽ ഈ പറയുന്നത് പോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ പോട്ടെ, അവരെ നമുക്ക് ഏത് സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത്തരം ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാവും. പക്ഷേ മനഃപൂർവ്വം അങ്ങനെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ സ്വയം ചെയ്യുന്നത് ഒരു ഡാമേജ് ആണെന്ന് അറിയാതെ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ ഇത് തർക്കങ്ങൾക്കുള്ള സമയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കങ്ങൾക്കും അതിനകത്ത് അതിൻ്റെതായ റോൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സർക്കാരായാലും ഉദ്യോഗസ്ഥ വൃന്ദമായാലും ചോദ്യം ചെയ്യപ്പെടണം. അതിന് ഉത്തരം കിട്ടാനുള്ള അർഹതയും പൗരന്മാർ എന്ന നിലയ്ക്കുണ്ട്. മാത്രമല്ല തർക്കിച്ചും ചോദ്യം ചോദിച്ചുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെയാണ് അറിവുകളെല്ലാം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പുനർനിർമ്മിതി എന്ന് പറയുന്ന വാക്കിനേക്കാളും കേരളത്തിന് ഇനി ഒരു ആവശ്യം ഒരു പുനർരൂപകൽപ്പനയാണ് സമൂഹത്തിൻ്റെ. അതായത് ഈ പ്രളയത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പിന്നെയും കൊണ്ടുപോയിട്ട് കാര്യമില്ല കേരളത്തെ. കാരണം ആ അവസ്ഥ ഇതുപോലൊരു സാഹചര്യത്തെ നേരിടാൻ പര്യാപ്തമായിരുന്നില്ല എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സമൂഹത്തെ മൊത്തത്തിലൊരു ഒരു പുനർരൂപകൽപ്പന, ഒരു റീഡിസൈനിങ് വേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ പറയാൻ, ഞാനൊരു ശാസ്ത്ര അധ്യാപകൻ നിലയിൽ പറയാൻ കാരണം 2 രീതിയിൽ കാണാം. ഒന്ന്, ശാസ്ത്രം നമ്മളെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എക്വിപ്പ് ചെയ്യുന്നുണ്ടാവുമോ. 2, ഈ പറഞ്ഞ പോലെ സമൂഹം അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകും. അതിന് പറയാൻ ശാസ്ത്ര സമൂഹം ഞാൻ രണ്ടായിട്ട് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ ശാസ്ത്ര പഠനം സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് PSC പരീക്ഷ പാസ്സാകുന്നതിനോ അല്ലെങ്കിൽ കുറച്ച് സർട്ടിഫിക്കറ്റ് കാണിച്ച് ജോലി വാങ്ങുന്നതിനോ അപ്പുറം ഈ ശാസ്ത്രം എന്താണ്, അതുകൊണ്ട് നമുക്ക് മനുഷ്യരാശിക്ക് എന്താണ് ഗുണമുണ്ടായിട്ടുള്ളതെന്നൊരു തിരിച്ചറിവ് അത് സമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള സമൂഹത്തിൽ അത്തരം ശാസ്ത്ര പ്രചാരണം നടത്തുന്ന ഒരാളെന്നുള്ള എൻ്റെ അനുഭവം സമൂഹത്തിലേക്ക് അത് തീരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പൊതുജനം അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ISROയുടെ മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന ചൊവ്വയിലേക്കുള്ള പര്യവേഷണ ദൗത്യം നടക്കുമ്പോൾ വളരെയധികം കോണുകളിൽ നിന്നും ഈവൻ നമ്മൾ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ചോദിച്ചത് ഈ നാട്ടിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ, പട്ടിണി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ ഇത്രയധികം പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വകമാറ്റി ചിലവഴിക്കേണ്ട കാര്യമുണ്ട്. അതൊരു അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ മാത്രം. കാരണം ഇതിന് നമുക്കിപ്പോൾ ഇന്നൊരു സാറ്റലൈറ്റ് അയച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് കിട്ടും, അങ്ങനൊരു ഉത്തരം അവിടെ പറയുക സാധ്യമല്ല. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചനമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ട കാര്യങ്ങൾ. അതിന് കൃത്യത വരണമെങ്കിൽ അത് നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് മത്സ്യസമ്പത്ത് എവിടെയുണ്ടെന്ന് റിമോട്ട് സെൻസിങ്ങിലൂടെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ജീവനോ സ്വത്തിനോ ഹാനി ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ സഹായം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറയുന്ന കേരളം
പുനഃസൃഷ്ടിക്കുകയല്ല വേണ്ട, പുനർരൂപകൽപ്പന ചെയ്യുകയാണ് വേണ്ടത്. അത് തന്നെ ചെയ്യുന്നത് ശാസ്ത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം. അവിടെ ജീവിക്കുന്ന ജനത ശാസ്ത്രാധിഷ്ഠിതമായി ജീവിക്കുകയും ചിന്തിക്കുകയും വേണം. വലിയ കടന്നാഗ്രഹമാണെന്ന് അറിയാം, പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്കിതിൽ ഓരോ ഭാഗം ആയിട്ട് എടുക്കാം. ഇപ്പോൾ പുനർരൂപകൽപ്പന അതെങ്ങനെ വേണം, അതിനൊരു അജണ്ട, ശാസ്ത്ര അജണ്ട നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ അജണ്ടയിൽ 1, 2, 3 എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 കാര്യമെങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുമോ? ഒന്ന്, നമുക്ക് ഇപ്പോൾ നടന്ന ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ്. അത് ഒറ്റയടിക്ക് ഓരോരുത്തരും അവരുടെ അഭിപ്രായം ഓരോരുത്തരും അവർക്ക് തോന്നുന്ന രീതിയിൽ അത് നിശ്ചയിക്കുന്നതിന് പകരം നടന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിക്കുക. അപ്പോൾ കേരളത്തിലെ ചരിത്രത്തിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത അത്ര അസാധാരണമായ ഒരു കാലാവസ്ഥ പ്രതിഭാസമായിരുന്നു നമ്മൾ കണ്ട ശക്തമായ മഴ. അതും വെറും ശക്തമായ മഴയെന്നല്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പെയ്ത ആ ശക്തമായ മഴ. ഇപ്പോൾ ശക്തമായ മഴ കുറേ നേരം കൊണ്ടാണ് പെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത തോതിലുള്ള ഒരു മഴയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് പിഴവുകൾ വന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം ആരും ഇത് കണ്ടിട്ടില്ല. നമ്മൾ പുസ്തകത്തിൽ നിന്നൊരു ദുരന്തത്തെക്കുറിച്ച് പഠിച്ചു വെക്കുന്നതും ശരിക്കും ആ ദുരന്തം ഫേസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ആരുടെയെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആവാൻ പാടില്ല. അത് ഡാറ്റ ഡ്രിവൺ ആയിരിക്കണം. മഴ, നമ്മുടെ ഭൂവിനിയോഗം എങ്ങനെയായിരുന്നു, നമ്മുടെ സംരക്ഷണം എങ്ങനെയായിരുന്നു, ഇവിടെയൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ കൂടുതൽ നന്നാക്കേണ്ടിയിരുന്നത്, അതിനകത്തൊരു പഠനം കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ ദുരന്തവേളയിൽ ഇങ്ങനെ ഒരു റിവ്യൂ, ഒരു തിരിഞ്ഞുനോട്ടം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും മാതൃകകൾ അതിനുണ്ടോ? ആരൊക്കെ ചേർന്നാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? ആരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്? എന്തെങ്കിലും നിർദ്ദേശിക്കാം? അല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്ര ദൃഷ്ടിയിൽ പറയുമ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പ്രാഗൽഭ്യമുള്ള ആളുകൾ വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അക്കാഡമിക് പഠനം എപ്പോഴും ഒരു ഒറ്റ ഡിസിപ്ലിനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സമൂഹം എപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് കിടക്കുന്ന ഒരു കോംപ്ലക്സ് വസ്തുവാണ്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള എക്സ്പേർട്സ് ഇതിനകത്തുണ്ടാവണം. അതിനകത്ത് ഇപ്പോൾ ജലവിദഗ്ധരുണ്ട്, ഹൈഡ്രോളജിസ്റ്റുകൾ ഉണ്ടാവണം, പരിസ്ഥിതി അതിനുള്ള വൈദഗ്ധ്യമുള്ളവരുണ്ടാവണം, ഇപ്പോൾ എൻവയോൺമെൻറ്റിസ്റ്റുകൾ ഉണ്ടാവണം, എക്കോളജിസ്റ്റുകൾ ഉണ്ടാവണം, ഈവൻ അറ്റ്മോസ്ഫിയറിക് സയൻസിൽ എക്സ്പെർട്സ് ഉള്ള ഒരാൾ ഉണ്ടായിരിക്കണം, ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവർക്ക് അവരുടെ എക്സ്പെർട്ടീസ് പങ്കുവെച്ചുകൊണ്ട് സമഗ്രമായൊരു പഠനത്തിലൂടെ ഒരു നയരൂപീകരണം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രളയ പൂർവ്വകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സാമൂഹ്യമായ സംവാദങ്ങളിൽ എപ്പോഴും ശാസ്ത്ര ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന വാദങ്ങൾ അത് തീവ്ര പരിസ്ഥിതി വാദമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടിരുന്നു. നേരെ മറിച്ച് ശാസ്ത്രത്തിനും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പരക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രം പലപ്പോഴും അതിൻ്റെ കേന്ദ്രം യൂറോപ്പാണ്. യൂറോ കേന്ദ്രിതമായൊരു ശാസ്ത്രമാണ് നിർഭാഗ്യവശാൽ ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ തനത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായല്ല നിർഭാഗ്യവശാൽ പലപ്പോഴും സർവകലാശാലകളോ പണ്ഡിത മണ്ഡലമോ പിന്തുടരുന്നത് എന്ന് പറയാറുണ്ട്. ആ സംവാദത്തിന് ഇനി വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള ഒരു സ്വയം ശാസിതമായ അച്ചടക്കം നമ്മൾ സംവാദവേളയിൽ പുലർത്തേണ്ടതുണ്ട്? അല്ലൊന്ന്, ഈ ശാസ്ത്രത്തിന് ഒരു യൂറോപ്പിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു രീതിയില്ല. ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും അതിന്റെ പ്രശ്നം നമ്മൾ ശാസ്ത്രം എന്ന രീതിയിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു കുഴപ്പമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ ശാസ്ത്രം എന്ന കോളത്തിൽ എഴുതുന്ന വാർത്തകൾ പലപ്പോഴും ഒരു ശാസ്ത്ര വാർത്തയായിരിക്കും, സാങ്കേതിക വിദ്യയുടെ വാർത്തയായിരിക്കും. അത് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ് സാങ്കേതിക വിദ്യ. ശാസ്ത്രം ഒരു രീതിശാസ്ത്രമാണ്. അതായത് അതിനെ നമ്മളുടെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗമായിട്ടാണ് ശാസ്ത്രത്തെ തിരിച്ചറിയുന്നത്. അത് യൂറോപ്പിൽ ശാസ്ത്രത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം അക്കാദമിക തലത്തിൽ ശാസ്ത്രീയമായി ആദ്യം പഠിക്കുന്നതും പഠനഫലങ്ങൾ ഉണ്ടാകുന്നതും ഒരുപക്ഷെ അവിടെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങളെ നമ്മുടെ സാഹചര്യങ്ങൾ പഠിക്കാതെ ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ട്രാഫിക്കിൽ തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഈ അടുത്തിടെ ഇങ്ങോട്ട് വന്നിരുന്നത്. എല്ലാ വലിയ ബൈക്കുകളിലെല്ലാം ഹെഡ് ലാമ്പ് എപ്പോഴും ഓണായി കിടക്കണം എന്നുള്ളതാണ്. അത് പൊതുവെ ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ഞാൻ ഒന്നിടത്ത് സംസാരിച്ചു, അത് യൂറോപ്പിൽ അത് വേണ്ടി വന്നേക്കാം, ഫോഗൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ. പക്ഷേ നമ്മൾ നമ്മുടെ സാഹചര്യം അറിയാതെ അഡോപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ വാങ്ങുന്ന ബൈക്കുകളിൽ ലൈറ്റ് ഓഫ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ. അതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ പ്രശ്നം ശാസ്ത്രം സമൂഹത്തിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും വേണ്ട നയരൂപീകരണങ്ങൾക്ക്
ശാസ്ത്രത്തിലൂടെയുള്ളൊരു ചർച്ചയും അതിലൂടെയുള്ളൊരു അറിവ് നിർമ്മാണവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിൻ്റെ പ്രശ്നം അത് പൊതുജനത്തിൽ നിന്നും മാറേണ്ട ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസമാണ് അവിടെ വരേണ്ടത്. ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ നേതൃത്വമായാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡെമഗോഗി എന്നൊരു വാക്കുണ്ടല്ലോ, അതായത് പൊതുജനത്തിന് ഇമോഷണലി അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതുജനത്തിൻ്റെ സപ്പോർട്ട് കിട്ടും. അത് വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇതിനകത്ത് ഒരുപാട് സാങ്കേതികതകളുണ്ട്. മഴയെക്കുറിച്ചും നമ്മുടെ മറ്റ് നിർമ്മാണത്തെക്കുറിച്ചും ഒക്കെയുള്ള സങ്കീർണമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വിശകലനം സാധിക്കുകയുള്ളൂ. അതിന് പൊതുജനം തയ്യാറാകണമെന്നില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. ഞാൻ പറയുന്നത് പോളിസി മേക്കിങ്ങിൽ ഇത്തരം പോപ്പുലിസ്റ്റ് നടപടികളല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ പ്രവണത അങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ IAS ഉദ്യോഗസ്ഥരുടെയൊക്കെ പെരുമാറ്റം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അറിയാം, അവർ കൂടുതൽ ജനങ്ങളെ കയ്യിലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഈ അഭിപ്രായം വളരെ സെൻസിറ്റീവാണ്. ഒരുപക്ഷെ എനിക്ക് നാളെ ചീത്തവിളി കേൾക്കേണ്ടി വന്നേക്കാം. ഞാൻ പറയുന്നത് അത് പാടില്ല എന്നോ പൊതുജനത്തിൽ ഒരാളായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല എന്നൊന്നുമല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവണം. പക്ഷേ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മാനേജേഴ്സാണ്. നയരൂപീകരണം വരുന്നത് ജനപ്രതിനിധികളിൽ നിന്നാണ്. കയ്യടികൾക്ക് വേണ്ടി സംസാരിക്കരുത്. അവരെ ബോധ്യപ്പെടുത്താനുള്ള വസ്തുതാപരമായ ഒരു ബാക്കപ്പ് നമ്മുടെ വാദങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ വാദം ശരിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇന്നുള്ള കേരളമായിരിക്കില്ല നാളത്തെ കേരളം, അതൊരു പുതിയ കേരളമായിരിക്കും. പക്ഷേ പുതിയ കേരളം എന്നൊരു വാക്ക് നമ്മൾ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേരളം പുതുക്കാൻ പോവുകയാണ്. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് അധിക മാനങ്ങൾ കൂടി വന്നിരിക്കുന്നു. വേറെ തരത്തിൽ പുതുക്കി വേറൊരു തരത്തിൽ നമ്മൾ ജീവിക്കും എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ ആളുകളുടെ സ്വപ്നങ്ങൾ പുറത്തു വരുന്നൊരു സമയമാണ്. പുതിയ കേരളം അങ്ങനെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ചില രീതികൾ എങ്ങനെയായിരിക്കും? താങ്കൾക്ക് ചിലതെങ്കിലും ഒന്ന് പറയാമോ? ഇതിനകം പറഞ്ഞതിൻ്റെ ക്രോഡീകരണം തന്നെയാണ്. ആളുകൾ ശാസ്ത്രാധിഷ്ഠിതമായിട്ട് ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നൊരു സമൂഹം തന്നെയാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ഏറ്റവും നല്ല സമൂഹം. അതൊന്ന് വിശദീകരിക്കേണ്ടതല്ലേ? താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, ശാസ്ത്രം നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ശാസ്ത്രാധിഷ്ഠിതമായല്ല ജീവിക്കുന്നത്. പഠിച്ച ശാസ്ത്രമല്ല ജീവിതത്തിൽ പ്രയോഗിക്കുന്നത്. എന്താണ് അത് തമ്മിലുള്ളൊരു വ്യത്യാസം? എങ്ങനെ പറയാം? വ്യത്യാസം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും എന്ന് തീരുമാനിച്ചാൽ അത് വളരെ പറയുമ്പോൾ എളുപ്പം കഴിയുമെങ്കിലും പ്രയോഗത്തിൽ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഈ കോഗ്നിറ്റീവ് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങളോട് മമത കൂടുതലായിരിക്കും. അതിപ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുന്ന മതമായിരിക്കാം, വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമായിരിക്കാം. അതിനനുസരിച്ചിട്ട് ശാസ്ത്രത്തെ ഒടിക്കുന്നതിന് പകരം ശാസ്ത്രത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയോളജികളും നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളും മാറ്റുക. വിദേശത്ത് നിർമ്മിക്കപ്പെടുന്ന, അതായത് ഡെവലപ്ഡ് കൺട്രീസിൽ നിർമ്മിക്കപ്പെടുന്ന പരിപാടികളും ഉണ്ടാകും, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പരിപാടികളും. ഇത് തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ ഇപ്പോൾ രക്ഷകനായിട്ട് വരുന്ന ഒരു സൂപ്പർ ഹീറോ അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ആയിരിക്കും, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത്ഭുതം സംഭവിക്കും. ഈ ടെക്നോളജിയും മാജിക്കും തമ്മിലുള്ള വലിയ വ്യത്യാസം, ടെക്നോളജി എല്ലാവർക്കും ആക്സസിബിളാണ്. അതൊരു ശാസ്ത്രത്തിൻ്റെ പ്രോഡക്റ്റാണ്. ശാസ്ത്രം പഠിക്കാൻ എല്ലാവർക്കും അവസരം ഇവിടെ ഉണ്ട്. അത് പഠിച്ച എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് സാങ്കേതികവിദ്യയിൽ സ്വന്തം പങ്ക് വഹിക്കാനും അത് നേരിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. മാജിക് അങ്ങനെ അല്ലല്ലോ. മാജിക് നമ്മൾ കുറച്ച് വിഭാഗത്തെ മാജിക്കൽ പവേഴ്സ് ഉള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കും. നമ്മുടെ സൂപ്പർ ഹീറോസ് അല്ല, മാജിക്കൽ പവേഴ്സ് ഉള്ളവരാണ്. ഇതിവിടെ നിന്ന് തുടങ്ങുകയാണ് വ്യത്യാസം. ഞാൻ പറയുന്നത് ആ ഒരു കോൺട്രാസ്റ്റാണ്. ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മുടെ കുട്ടികൾ എന്തായാലും മനസ്സിലാക്കുക, എനിക്കിതിലൊന്നും ചെയ്യാനില്ല, ഞാൻ പ്രാർത്ഥിക്കണം, ഏതെങ്കിലും ഒരു ഹീറോ വന്ന് എന്നെ രക്ഷിക്കും. അവിടം തൊട്ട് നമുക്ക് ഉടച്ചു വാർക്കൽ വേണ്ടി വരും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ. അതെ, തീർച്ചയായിട്ടും. അന്ധവിശ്വാസം ഇല്ലായ്മയായിരിക്കണോ പുതിയ കേരളത്തിന്റെ? അന്ധവിശ്വാസം ഇല്ലായ്മ അത് ഉണ്ടാവില്ല. അന്ധവിശ്വാസം മാറ്റിയിട്ട് തന്നെ ഇതെല്ലാം സാധ്യമാവുള്ളൂ. കാരണം ശാസ്ത്രവും അന്ധവിശ്വാസങ്ങൾ എപ്പോഴും പുറംതിരിഞ്ഞേ നിൽക്കുള്ളൂ. കാരണം നിങ്ങൾ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അന്ധമായിട്ട് ഒരു കാര്യവും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. അതൊരു പരിമിതി തന്നെയാണ്. നമുക്ക് ഉത്തരത്തിലുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ അക്ഷരത്തിലുള്ളത് പോയേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ പരിമിതിയാണ്. രണ്ട്, ഈ പറയുന്നത് പോലെ ഇനി കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് രീതി വന്നു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം സംഭവിക്കേണ്ടത് നമ്മൾ ഇത്തരം ദുരന്തങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറായിരിക്കണം. ഇപ്പോൾ കേരളം അങ്ങനെ ഭൂകമ്പ സാധ്യത തീർത്തും എഴുതിത്തള്ളാവുന്നൊരു മേഖലയിലിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. നമുക്ക് ഭൂകമ്പ സാധ്യതകളുണ്ട്. പിന്നെ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഇറഗുലർ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഇതുപോലുള്ള അസാധാരണമായ മഴകളുടെ സാധ്യത കൂടി വരുന്നുണ്ട്. നമ്മളിതൊക്കെ ഇനി മുൻകൂട്ടി കാണേണ്ടതുണ്ട്. കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രദേശത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ന്യൂനമർദ്ദം ഉണ്ടാകുന്നു, അത് ഇത്രയധികം മഴ ഇവിടെ പെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ സാങ്കേതികവിദ്യയുടെ പരിമിതി മാത്രമല്ല, ഇത്തരം കാലാവസ്ഥാ രീതികളുടെ, അതായത് ഇപ്പോൾ ഒരു ന്യൂനമർദ്ദമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴയ്ക്ക് കാരണമാകുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ അത്
പെട്ടെന്ന് ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പ്രവചിക്കാത്ത രീതിയിലേക്ക് മാറിപ്പോയേക്കാം. അത്രയും കോംപ്ലക്സ് ആണ്, അത് കൂടുതൽ പഠനം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പട്ടിണി മാറ്റിയിട്ട് മാത്രം സാറ്റലൈറ്റ് വിടാമെന്നൊക്കെ ഉള്ള വാദം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിൽ ഒരു പുരോഗതിക്കും സാധ്യതയില്ല. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദുരന്തങ്ങൾ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ദുരന്തങ്ങളെ നേരിടുന്ന ഒരു സംവിധാനം ഇപ്പോൾ ജപ്പാനോ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ആ ഭാഗത്തോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു രീതിയിലേക്ക് നമ്മളുടെ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ദുരന്തങ്ങളെ നേരിടുന്നത് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു വലിയ മാറ്റം നമ്മളൊരു ദുരന്ത മേഖലയിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഏത് നിമിഷവും അങ്ങനത്തെ ഒരു ഘട്ടമായോ? അല്ല, അത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാലല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പതിയെ ബിൽഡപ്പ് ചെയ്ത് നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോഴാണ് പുതിയത് എന്തും തുടങ്ങാനുള്ള സമയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മളെക്കാൾ ഓർഗനൈസ്ഡ് ആണ് ഇത്തരം. ഇപ്പോൾ വിദേശത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അമേരിക്കയിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത്, അവിടെ പെട്ടെന്ന് ഫ്ലഡിങ് സാധ്യതയുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം കുറച്ച് നാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ അദ്ദേഹം റെഗുലറായിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഫ്ലഡ് വന്നാൽ എന്ത് ചെയ്യണം, എമർജൻസി കിറ്റ്, അതായത് ഇപ്പോൾ ഡിസാസ്റ്റർ കിറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതിനകത്ത് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ ബാറ്ററികൾ, ടോർച്ചോ അങ്ങനെയുള്ള ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ, ഒരു കിറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും വീട്ടിൽ തയ്യാറായിരിക്കുകയും ഓരോ മാസം അത് കൃത്യമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയ സാധനങ്ങൾ മാറ്റി തയ്യാറായി, അത് എല്ലായിടത്തും ഒരു റെഗുലർ പ്രാക്ടീസാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഈ സമയത്ത് പങ്കുവച്ചൊരു കാര്യം, ഇവിടെ കളക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു കളക്ഷൻ സെൻറ്ററിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ കളിയാക്കുന്ന പോലെ ചിരിച്ചു വന്നു. കാരണം അവിടെ പല സ്ഥലങ്ങളിലും ഡിസാസ്റ്റർ കിറ്റിൽ ചോക്ലേറ്റ് പീസ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. എന്നാൽ കുറച്ച് ചെറിയൊരു കഷ്ണത്തിൽ നമുക്ക് കൂടുതൽ എനർജി കിട്ടും. അതിനകത്ത് ഈ ഫിനൈൽ ഇഥൈൽ അമീൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ, നമ്മളൊരു ഹോർമോണാണ്, നമുക്ക് ഈ പ്ലഷർ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണത്. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മാനസികമായിട്ട് കുറച്ചുകൂടെ ഒന്നും കാം ആയിട്ടിരിക്കാൻ കഴിയും. അത് അവിടെ പണ്ടേ തിരിച്ചറിഞ്ഞ കിറ്റ് ഭാഗമാണ്. ഇവിടെ അത് നമ്മൾ പറയുമ്പോൾ തീർത്തും അത് പറയുന്ന കളിയാക്കിയ ആളിനെ കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹം അത് എക്സ്പോസ്ഡ് അല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് അവിടെ തൊട്ട് നമുക്ക് വേണം. അതിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ അമേരിക്കയിൽ FEMA എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട്, അതായത് ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസി. അപ്പോൾ അവരാണ് ഇത്തരം എമർജൻസിയും ഡിസാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്കൊരു എമർജൻസി കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അത് ഡിസാസ്റ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ എമർജൻസി മാനേജ്മെൻറ്റ് ആണ് ആദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അത് എമർജൻസി ഫെയിൽ ചെയ്യുമ്പോഴാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവരുടെ വിഷനിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സർക്കാരുകൾക്ക് മാത്രമായിട്ട് ഒരിക്കലും ദുരന്തങ്ങളെയോ അല്ലെങ്കിൽ ഇത്തരം അടിയന്തര ഘട്ടങ്ങളെയോ നേരിടാൻ പറ്റില്ല. അതിന് പൊതുജനം ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ അവരുടെ എല്ലാ പദ്ധതികളിലും, അത് മിക്ക വികസിത രാജ്യങ്ങളിലും പൊതുജനം എന്ന് പറയുന്ന ഓരോ പൗരനും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. ഈ സംസാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഒരു ശാസ്ത്ര മേഖലയിലുള്ള ഒരാൾ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമായിട്ട് പരക്കെ തോന്നില്ല. നമ്മുടെ കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നാണ് വലിയ സഹായം കിട്ടിയത് മത്സ്യത്തൊഴിലാളികൾ. അതുവരെ ഒരു പൊതുമണ്ഡലത്തിലെ സംസാരത്തിൽ മത്സ്യത്തൊഴിലാളി അങ്ങനെ എപ്പോഴും എണ്ണപ്പെട്ടിരുന്ന ഒരു വിഭാഗമല്ല. പല തരത്തിലുള്ള അവശതകൾ അനുഭവിച്ച് എപ്പോഴും ദുരിതത്തിൽ കഴിഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന, ഏറ്റവും സാഹസികമായി ജീവിക്കുന്ന ഒരു ജനതയായിട്ട് അവർ നിൽക്കുകയായിരുന്നു. അവരാണ് ഒരു പരിശീലനവുമില്ലാതെ അവരുടെ നിദാന ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിശീലനം കൊണ്ട് മാത്രം നമ്മളെ സഹായിച്ചത്. ഇത് പുതിയ കേരളത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? താങ്കൾ എന്ത് പറയുന്നത്? പുതിയ കേരളത്തിനല്ല, അത് മൊത്തത്തിൽ ഏത് നാട്ടിലെയും സമൂഹത്തിന് വേണ്ട ഒരു സമത്വം എന്നൊരു ബോധമുണ്ടല്ലോ, അത് ഓരോരുത്തരും അവരുടെ രീതിയിൽ ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവനകൾ നൽകാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ തുറകൾ, നമ്മുടെ എക്സ്പെർട്ടീസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വെള്ളം സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവരെ രക്ഷപ്പെടുത്താൻ കൊണ്ടുവന്ന ആൾ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞങ്ങളിത് സ്ഥിരം കാണുന്നതാണെന്നാണ്. അപ്പോൾ അവരുടെ എക്സ്പെർട്ടീസ് അവിടെ ഉപയോഗം വന്നു. അത് ആരും വിളിച്ചിട്ടല്ല അവർ വരുന്നത്. അത് പക്ഷേ അവർ മാത്രമല്ല, അവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, അവർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ളൊരു എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാരും, നമ്മൾ ഈ മൊബൈലിൽ കുത്തിക്കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാർ അവരൊന്നും ആലോചിക്കാതെ ചാടി ഇറങ്ങി, വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയവരുണ്ട്. ഇപ്പോൾ ഞാൻ അതിനുശേഷം ഒരു ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഴ സമയത്ത് കൊച്ചിയിൽ ടാക്സികളൊന്നും ഓടാതായി. അപ്പം വേറെ ഒരു പണിയുമില്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഈ ചുറ്റും വെള്ളം കയറുന്ന ആളുകൾ കരയുന്നു, വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. നേരെ രക്ഷാപ്രവർത്തനത്തിന് എടുത്ത് ചാടി. 2 ദിവസം കുറേ പേരേക്ക് രക്ഷിച്ചു. 3-ാമത്തെ ദിവസം കയ്യിലൊരു ശവം വന്നുപെട്ടു. പേടിച്ചു പോയി. പോലീസുകാരും ഫയർഫോഴ്സുകാരും കാണുന്ന പോലെ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ല ശരിക്കും. അപ്പം അതിനുശേഷം അദ്ദേഹം പിന്മാറി. അത് പേടിച്ച് പിന്മാറിയതാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ആ രീതി ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചാൽ അവർ വേറെ ആരും വിളിക്കാതെ തിരുവനന്തപുരത്ത് നിന്ന് അവർ വണ്ടി ലോറിയിൽ കയറ്റി പ്രളയബാധിത സ്ഥലത്ത് നിന്ന് അവർ സ്വന്തം വഴിക്കങ്ങ് ചെയ്തു. അത് നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നന്മ തന്നെയാണ്. അവർ ഒരു പ്രത്യയശാസ്ത്രം പഠിച്ചിട്ടോ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടോ ചെയ്തല്ല. അവിടെയാണ് ഞാൻ മനുഷ്യനെ കാണുന്നത്. കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും എന്ന് മലയാളിക്ക് 2 കാലം എന്ന് താങ്കൾ പറഞ്ഞു. പ്രളയത്തിന് ശേഷമുള്ള കാലത്ത് മലയാളി
കൂടുതൽ കരുത്തുള്ള ആളായി മാറി, കരുത്തുള്ളവനായി കരുത്തുള്ളവളായി മാറി, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹ്യമായിട്ടും അല്ലെങ്കിൽ തത്വചിന്താപരമായിട്ടും രാഷ്ട്രീയമായിട്ടും എന്നൊക്കെ കരുതാവുന്നൊരു സാഹചര്യമുണ്ടോ? എന്താണ് നിരീക്ഷണം? അത്ര അങ്ങനെ ഒരു നിരീക്ഷണം നടത്താനുള്ള സമയമായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അത് എൻ്റെ പരിമിതി കൊണ്ടാവാം. അത് ചിലപ്പോൾ നമുക്ക് ഈ പൊതുവെ ഞാൻ ശാസ്ത്രപ്രചാരകനായതുകൊണ്ട് മനുഷ്യൻ്റെ ബിഹേവിയറിൽ പോലും ഒരു ശാസ്ത്രമുണ്ട്. അപ്പോൾ നമ്മുടെ ജനിതകത്തിൻ്റെ തന്നെ ഭാഗമാണ് സഹജീവിക്ക് ഒരു അപകടം വരുമ്പോൾ നമ്മൾ സഹായിക്കും എന്നുള്ളത്. അത് പലതവണ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അവിടെ നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും ആലോചിക്കാം. അതിന് അൾട്രൂയിസം ജീൻ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അൾട്രൂയിസം സഹജീവിക്ക് അപകടം സംഭവിക്കും, നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുരക്ഷ പോലും അപകടത്തിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിച്ചേക്കാം. അത് ഒരു പക്ഷേ കേരളത്തിൽ അത് തന്നെയാവണം. അത് നമ്മൾ കണ്ടു, അത് ഉറപ്പായിട്ടും നമ്മൾ കണ്ടു. പക്ഷേ ഇത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനമല്ല. നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും വൈകാരികമാണ്. ഇതൊരു വൈകാരിക സാഹചര്യമാണ്. നമ്മുടെ മുമ്പിൽ നമ്മുടെ സഹജീവി അപകടത്തിൽപ്പെടും, നമുക്കൊരിക്കലും അവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ മറ്റെല്ലാം മറന്ന് നമ്മുടെ മത, രാഷ്ട്രീയ, ലിംഗ വ്യത്യാസങ്ങളൊക്കെ മറന്ന് നമ്മളവിടേക്ക് ചാടി ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കാം ഡൗൺ ചെയ്യും. അത്രയും ഇമോഷണൽ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത്രയും അപ്പീലില്ലാതെ നമ്മുടെ തീരുമാനങ്ങളെ അത് സ്വാധീനിച്ചോളണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവരങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മളതിനകത്ത് തിരികാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുന്ന ഒരു ഐക്യബോധമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടായേക്കാം. അപ്പോൾ അത് നമ്മൾ ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറഞ്ഞ വാദത്തിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ പോളിസികൾ ഉണ്ടാകുമ്പോൾ വസ്തുതകൾ മാത്രം അടിസ്ഥാനമാക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊരു പൊതുജനം ബോധപൂർവ്വം ഒരു തീരുമാനം എടുക്കാതെ തന്നെ അത് അവരുടെ ബിഹേവിയറിൻ്റെ ഭാഗമായിക്കോളും എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ച് മറ്റൊരു പോസിറ്റീവ് സൈഡ് ഇതിനകത്തുള്ളത്, നമ്മൾ ഇതൊന്നും നമുക്ക് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണെന്നുള്ളൊരു ചിന്ത മാറിയിട്ടുണ്ടാകും. അത് തന്നെ നമ്മൾ ഒന്ന് പ്രിപ്പയർഡ് ആകുന്നതിന് നമ്മളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അത് ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ എന്തും നമുക്കൊരു പോസിറ്റീവ് സൈഡ് കൂടി കാണേണ്ടതുണ്ടല്ലോ. എന്തായാലും ഇത് നമ്മുടെ കൈ കടന്നുപോയൊരു കാര്യമാണ്. നമുക്ക് അതിനകത്തിന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു പാഠമെങ്കിലും ഉൾക്കൊള്ളാം. എന്തായാലും ഇതൊന്നും മറ്റൊരു നാട്ടിൽ സംഭവിക്കുകയും നമ്മൾ പത്രത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു കാര്യം അല്ല. നാളെ ഒരുപക്ഷെ നമ്മളും ആ സ്ഥാനത്ത് എത്തിപ്പെട്ടേക്കാം. അപ്പോൾ നമ്മളതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതി എല്ലാവർക്കും ബോധ്യമായതും തെളിയിക്കപ്പെട്ടതുമായ രീതിയായിരിക്കണം എന്നേ ഉള്ളൂ. താങ്കൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത് നയങ്ങൾ തീരുമാനിക്കുന്നവർ മുതൽ അത് നടപ്പാക്കുന്നവർ അടക്കം, സാധാരണക്കാർ അടക്കമുള്ള ജനലക്ഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ അതിൻ്റെയൊക്കെ ഫലം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി.